ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കണ്ടിന്യൂഷനായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഇടാത്തത്. അപ്പോൾ മാക്സിമം ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാറാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങളുടെ കൺമുന്നിൽ വരികയുള്ളൂ. ഈ ഒരു റീഡിംഗ് ആണ്, ഈ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിങ്ങും കൂടിയാണ്. പലവർക്കും റിയൂണിയൻ സംഭവിച്ചിട്ടില്ല എന്നറിയാം. ചില ആൾക്കാർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, സ്റ്റിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ടാകാം. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു റീഡിംഗ് കാണാട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പേഴ്സൺ വളരെ നിങ്ങളോട് ചിരിച്ച് വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഫേസ് മാത്രം മനസ്സിൽ വിചാരിക്കാനായിട്ട് ശ്രമിക്കാം. എന്താ പറയുക, പോസിറ്റീവായിട്ടിരിക്കുന്ന ഫേസ് നോക്കുക, അത് മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് ഈ റീഡിംഗ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം. ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ അത്ര നല്ല സന്തോഷത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അത്ര സിറ്റുവേഷനിലൊക്കെ, ആ ഒരു സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ റീഫ്രെയിം ആണ് കിട്ടിയിട്ടുള്ളത്. ദിസ് ഈസ് ഹാപ്പനിങ് ഫോർ മീ നോട്ട് ടു മീ എന്നാണ്. അതായത് ഇത് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരിക്കാം ഈ പേഴ്സണായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതായത് ചില കാര്യങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകാം. ഈ പേഴ്സൻ്റെ അടുത്ത് നിന്നും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പൊട്ടിത്തെറികളാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നന്മയ്ക്കാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. കാരണം ഒരു എന്താ പറയാ, അതായത് നമുക്ക് നിങ്ങളും ഈ പേഴ്സൺ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന് യാതൊരു തരത്തിലുള്ള നാശവും വരുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ യെല്ലോ ബട്ടർഫ്ലൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു കാർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ, ചില വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് അതിലെ അഴുക്കുകളും വേണ്ടാത്ത കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പോയി പുറന്തള്ളപ്പെട്ട് അവിടെ ശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇപ്പൊ പ്രകൃതിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും എന്താ പറയാ, കേടുപാടുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, സുനാമി വന്നു, അല്ലെങ്കിൽ ഭൂമി ഉലുക്കം വന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഭൂമി നശിയുന്നുണ്ട്, അല്ലേ? പക്ഷെ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ ഒന്നും നശിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അന്യാധീനപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയത് റീക്രിയേഷൻ വരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും തെറ്റുകൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്കിടയിലുള്ള എന്തൊക്കെയോ ഒരു മോശപ്പെട്ട കർമ്മം അത് അവസാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെയായാലും ഇപ്പൊ കലക്ക് വെള്ളം പോലെയാണ് കിടക്കുന്നത്. പക്ഷെ ആ വെള്ളം തെളിഞ്ഞു വരും. ആ കലക്ക് വെള്ളമാണെങ്കിൽ പോലും അവിടെ അതിൽ മഴ പെയ്യും, അല്ലെങ്കിൽ അതിലത്തെ മാലിന്യങ്ങളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ അത് ഉറപ്പായിട്ടും തെളിമയാർന്ന വെള്ളമായി മാറും. അപ്പോൾ അതിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ക്ലാരിറ്റിയിലേക്കും ഒരു സക്സസിലേക്കും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പടുത്തുയർത്തിയിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രണയബന്ധം ചിലപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെയും വീണ് കിടക്കുന്നുണ്ടാകാം.
നിങ്ങൾക്ക് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രോക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യും, റീഫ്രെയിം ചെയ്യും, നമുക്കത് പുതുക്കിയെടുക്കും. അത് പുതിയ പുതിയ പുതുമകളോട് കൂടിയും പോസിറ്റീവായ മാറ്റങ്ങളോട് കൂടിയും അത് പുതുക്കിയെടുക്കണം, അല്ലെങ്കിൽ പുതുക്കിയെടുത്തിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, ഇതോടുകൂടി തീർന്നു പോയി, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല. ബിക്കോസ് ഇതൊക്കെ തുടക്കം തന്നെയാണ്, ഒരു ക്ലെൻസിങ് ആണ് എന്നാണ് വിശ്വസിക്കേണ്ടത്. റെസ്ക്യൂവർ ആണ്, അതായത് ഈ പേഴ്സണിന് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഈ പേഴ്സണ് ശരിയല്ല എന്ന് തോന്നിക്കുന്ന എന്തൊക്കെയോ സാഹചര്യങ്ങൾ. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് യാതൊരു തരത്തിലും ഒരു സന്തോഷം കിട്ടാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ സന്തോഷം കിട്ടാത്ത പല കാര്യങ്ങളും ഈ പേഴ്സൺ സഹിച്ചിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സഹന ശക്തി അത് മാറ്റി വെച്ചിട്ട് ഈ പേഴ്സണ് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്നും വേണ്ട കാര്യങ്ങൾ വേണമെന്നും പറയാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ എന്താണ് ഈ പേഴ്സണ് പറ്റാത്തത്? അതിൽ നിന്നും പുറത്തു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോ വൈൽഡ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക, ദയ കാണിക്കുക, അത്തരം ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ മുതലെടുത്തു എന്നാണ് കാണിക്കുന്നത്. അതൊരു പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പേഴ്സന്റെ സ്വഭാവമാണ് ആ ഒരു ശാന്തമായിട്ട് നിൽക്കുക എന്നുള്ളത്. പക്ഷെ അതിനെയും മറ്റുള്ളവർ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം വൈൽഡ് ആയിട്ടുള്ള എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ തൻ്റെയുടെ പൂർണ്ണമായ വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഓക്കെ ഞാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ വരണം, ഞാൻ പറയുന്നത് പോലെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ നടപ്പിലാക്കിയിരിക്കും, എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും താല്പര്യമില്ല എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഡ്രസ്സിങ് അപ്പ് ആണ്. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഡ്രസ് അപ്പ് ആൻഡ് പാർട്ടി ഫൺ ടൈംസ് എഹെഡ് എന്നാണ്. അതായത് ചില മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആഘോഷിക്കണം എന്നുള്ളത് ഈ പേഴ്സന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതായത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി പാർട്ടി ആഘോഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എൻഗേജ്മെന്റ്, വിവാഹം, അത്തരം കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ ഈ പേഴ്സൺ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പുതിയ പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും സന്തോഷിക്കാനും ആഘോഷിക്കാനും വേണ്ടിയിട്ട് ഈ പേഴ്സൺ കാത്തിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട്, മനസ്സിൽ സങ്കല്പിക്കുന്നതായിട്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രണയബന്ധത്തിലായതിനു ശേഷം മര്യാദക്കൊന്ന് എൻജോയ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരിക്കാം. അവിടെ എല്ലാം ഈ ശല്യങ്ങളായിട്ടുള്ള ആൾക്കാർ, ഇടയിൽ അനാവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കയറുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, അത് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രൈവസി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊത്ത സന്ദർഭം, അതിനൊത്ത സാഹചര്യം, അതിനൊത്ത വ്യക്തികളാണ് നിങ്ങൾക്കിടയിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ വെൽ ഓഫ് ആയിട്ട് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആരോഗ്യ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഒക്കെ ഈ പേഴ്സൺ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. ആ ഒരു സമയത്ത് ഈ പേഴ്സൺ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചു അതിനൊത്തു പോയി. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് തൻ്റേതല്ലാത്ത കാരണത്താൽ തനിക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണോ അത് വളരെ മനോഹരമായി തന്നെ നികത്തിക്കൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
അതുപോലെ തന്നെ വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. ഡിവൈൻ ടൈമിംഗ് ഇസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് എന്നാണ്. അതായത് വളരെ ഈ പേഴ്സന്റെ ആ ഒരു പ്രണയബന്ധത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രണയബന്ധം അത് നിങ്ങളുമായിട്ടുള്ളത് ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനി എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് തല്ലുപിടുത്തം ഉണ്ടായിട്ടുണ്ട്, വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ദൈവ നിയോഗമാണ്. അപ്പൊ നിങ്ങളുമായിട്ട് കൂടിച്ചേരുവാനും അതിൻ്റെതായിട്ടുള്ള ദൈവിക സമയമുണ്ടെന്നും ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ അത് വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കുന്ന തരത്തിലാണ് ഈ പേഴ്സണ് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ പേഴ്സൺ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളും കാത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കി എടുക്കണം. അതായത് അത് വർക്ക് ആക്കി എടുക്കണം, വർക്കൗട്ട് ആക്കി എടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനോ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് വേറൊരു ലൈഫിലേക്ക് പോകാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ റീഡിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.